ഫേസ്ബുക്കിലൂടെയാണ് തങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട് അതൊരു സൗഹൃദമായി മാറിയപ്പോൾ വിവാഹിതയായ ഈ പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. അപ്പോൾ തനിക്ക് ആ പെൺകുട്ടിയുടെ ഒരു സഹതാപം തോന്നി, അങ്ങനെ അവരുടെ ബന്ധം വളർന്നു, അങ്ങനെ ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിലേക്ക് അത് പോയി എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുന്നത് താൻ കാരണം ഗർഭിണിയായി എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ തന്റെ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടില്ല എന്ന ഒരു നിലപാടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭചിത്ര കുറ്റം തനിക്ക് മേൽ നിലനിൽക്കില്ല എന്ന് പറയാനായിട്ട് മറ്റൊരു ന്യായവാദം കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയാണ്. അത് പ്രധാനമായും പറയുന്നത് ഈ പെൺകുട്ടി തന്നെ മരുന്ന് കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ താൻ എവിടെ അതിൽ പ്രതിയായി വരും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഈ പെൺകുട്ടി ഗർഭിണിയായത് താൻ കാരണമല്ല, പിന്നെ ആ പെൺകുട്ടി ഗർഭം അലസിപ്പിക്കാൻ ഗുളിക കഴിച്ചു എന്ന് പറയുന്നു. ആ ഗുളിക കഴിച്ചതിന്റെ പേരിൽ ഗർഭചിത്ര കുറ്റം തനിക്ക് മേൽ നിലനിൽക്കില്ല എന്നൊരു വാദമാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഈ ബന്ധം തുടർന്ന സമയങ്ങളിലെല്ലാം തന്നെ എല്ലാം രേഖകളാക്കി വയ്ക്കുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ചാറ്റുകൾ സൂക്ഷിച്ചു, അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ എടുത്ത് സൂക്ഷിച്ചു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് എന്നതാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്നത്. അതായത് പിന്നീട് തനിക്കെതിരെ ഒരു ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തെളിവുകൾ സമാഹരിച്ചു വെച്ചു എന്നതാണ് രാഹുലിന്റെ ആരോപണം. അവിടെയാണ് BJP CPM ബന്ധമടക്കം രാഹുൽ ആരോപിക്കുന്നത്. ഈ പരാതിക്ക് പിന്നിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു നെക്സസ് ആണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ നാണം കെട്ട് നിൽക്കുമ്പോൾ സർക്കാർ അതിനെ മറയ്ക്കാൻ വേണ്ടി ഈ തനിക്കെതിരായ നീക്കവുമായിട്ട് വരുന്നു. ഇവിടെ മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് ഈ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയതോടുകൂടി തന്നെ അതിന്റെ രാഷ്ട്രീയ മാനം അതെന്താണ് എന്നത് വ്യക്തമാണ് എന്നതുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്.